Alhamdulillah Rabbil Alamin. Assalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, മെസ്സേജിന്റെ മക്കളുടെ ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഏകദേശം സദസ്സ് ഒരു അലങ്കോലപ്പെട്ട രീതിയിലാണ്. കാരണം പ്രസംഗം കേട്ടും മടുത്ത് ഇനി കലാപരിപാടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂഡിലാണ് ഉമ്മമാരും എല്ലാവരും. അതുകൊണ്ട് ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമെന്ന് വാക്ക് തരാം. ഇവിടെ നമുക്ക് ഇന്ന് ഒരുപാട് ഇൻഫർമേറ്റീവായ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടക പ്രസംഗത്തിൽ നമുക്ക് ലഭിച്ചു. ആ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിയുന്നതും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഈ മെസ്സേജിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ മുന്നിലിരിക്കുന്നവർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മാത്രം അല്ല, എല്ലാവരും ഇവിടെ ഇരുന്നിട്ടില്ല. ഇവിടെ മുമ്പിലിരിക്കുന്നവരെല്ലാവരും തന്നെ ഈ മെസ്സേജിന് വേണ്ടി നല്ല അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ മെസ്സേജിനെ ഈ നിലയിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തവരാണ്. ഇവരെല്ലാം ക്ഷണിക്കാൻ പോയപ്പോൾ ഒരു സന്തോഷം, സമാധാനം ഉണ്ടായിരുന്നു. പൈസക്ക് വേണ്ടിയല്ലല്ലോ ഇവരടുത്ത് പോകുന്നത്. സാധാരണ എപ്പോഴും പോകുന്നത് മെസ്സേജിന്റെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞ് പൈസക്ക് വേണ്ടിയാണ്. അപ്പൊ ഇതൊരു വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു പോയിരുന്നത്. പക്ഷെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവർ വെറുതെ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കാനാണ്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം എന്തായാലും അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇന്ന് ഖിറാഅത്തിൽ നമ്മൾ കേട്ടത്. ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫഖുർ അഖബ ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്റബ യതീമൻ ദാ മത്രബ ഔ മിസ്കീനൻ ദാ മത്രബ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് ആ ദുർഘടമായ പാത നിങ്ങൾ താണ്ടിയില്ല. ആ പാത ഏതാണെന്ന് അള്ളാഹു നമ്മോട് പറയാൻ ഒരു അടിമയെ മോചിപ്പിക്കലാണ്. ഫഖുർ റഖബ, അല്ലെങ്കിൽ പട്ടിണി നാളിൽ അന്നം നൽകലാണ്, അല്ലെങ്കിൽ ഒരു ദരിദ്രന് അവന് ഒരു അഗതിയെ സഹായിക്കലാണ്. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പല പ്രാവശ്യം ഖുർആനിലൂടെ നമ്മെ ഉണർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ മെസ്സേജിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ, മെസ്സേജിന് വേണ്ടി എന്തെങ്കിലും ഒരു കാലടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിയർപ്പ് തുള്ളി മെസ്സേജിന് വേണ്ടി നിങ്ങൾ ഉയർപ്പുള്ളി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, എല്ലാം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ പട്ടിണി നാളിൽ അന്നം നൽകുക, അല്ലെങ്കിൽ ഒരു മിസ്കീന് അഗതിയെ ഭക്ഷണം എടുത്തു കൊടുക്കുക, ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ നേരത്തെ പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ടാണ് ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന അധിക കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ നമ്മൾ അവരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റവും അധികം ഊന്നൽ നൽകുന്നത് ഈ വെള്ളയിലുള്ള ഈ പുതിയ കടവിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ അവരെ സംസ്കരണ സമ്പന്നരായി ഒരു സദാചാര മൂല്യമുള്ള ഒരു മക്കളായി അവരെ വളർത്തിയെടുത്തുകൊണ്ട് ഈ ലോകത്തിന്, അവരുടെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഈ ലോകത്തിനും ഏറ്റവും ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്തണമെന്ന ഒരു ലക്ഷ്യം മാത്രമാണ് മെസ്സേജിന് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകം ഇവിടെ ഇരിക്കുന്ന മാതാക്കളോട്, ഒരുപാട് ഒഴിഞ്ഞു പോയിട്ടുണ്ട്, വളരെ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ടോ,